യാത്ര പറയുമ്പോ നമ്മുടെ ഉമ്മ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ നമ്മുടെ മാതാപിതാക്കളിൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, മോനെ ഞാൻ മരിച്ചു പോകുമ്പോ ഉപ്പയുടെ ചിറകൊടിയിൽ ഉപ്പ ഒറ്റയ്ക്കാണ്, ഉപ്പയുടെ കാര്യം നോക്കണേ. അഥവാ ആ ജീവിത പങ്കാളികൾക്കിടയിൽ അല്ലാഹു വല്ലാത്ത ഒരു അനുരാഗവും സ്നേഹവും ഇഷ്ടവും സംവിധാനിച്ചിരിക്കുന്നു. ഈ സംവിധാനം ഭൗതികമല്ല, ശരിക്കും അഭൗതികമാണ്, ഒരു ആത്മീയമാണ്, വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്നതാണ്. സമ്പത്തിന്റെയും പ്രതാപത്തിന്റെയും പേരിലല്ല, സമ്പത്തിന്റെയും പ്രതാപത്തിന്റെയും പേരിൽ സമാധാനം കിട്ടണമായിരുന്നെങ്കിൽ മലയാളിയായിരുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ മേധാവിയായിരുന്ന മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സമ്പത്തല്ല മനുഷ്യർക്ക് സമാധാനം നൽകുന്നത്. സമാധാനം നൽകുന്നത് സൃഷ്ടാവായ സർവേശ്വരനായ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളും ആ ഒരു ആശീർവാദവുമാണ് എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നവമിഥുനങ്ങളുടെ ജീവിതം, ഈ രണ്ട് കുടുംബങ്ങളുടെയും ജീവിതം, ഈ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരുടെയും ദാമ്പത്യവും ജീവിതവും സന്തോഷവും ആഹ്ലാദത്തിലും സമാധാനത്തിലും സന്തോഷത്തിലേക്കും അല്ലാഹു എത്തിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് ഈ നവമിഥുനങ്ങൾ ഈ ലോകം കൊണ്ട് അവസാനിക്കാതെ നാളെ പരലോകത്തും സ്വർഗീയ സ്വഭാവങ്ങളിലും കൈപിടിച്ച് ചേർത്ത് പിടിച്ച് സ്വർഗീയ അനശ്വരമായ ജീവിതത്തിലും ഒരുമിച്ച് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നവമിഥുനങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽ-അലീമ ലി വലക്കും വഅസ്തഗ്ഫിറു അന്നി വഅൻതും ജമീഅൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.